ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചാർട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഗ്ലൂവും അതുപോലെ തന്നെ ചാർട്ടും മാത്രം മതി. അപ്പോൾ നമ്മളെടുത്തുള്ള ഈ ഒരു പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ 1/2 ഇഞ്ച് വീതം നമ്മളിങ്ങനെ സ്കോർ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ 5 ലൈനായിട്ടാണ് സ്കോർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സൈഡ്. അതുപോലെ തന്നെ ഈ ഒരു പേപ്പറിൻ്റെ അപ്പുറത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സ്കോർ ചെയ്ത് കൊടുക്കുകയാണ്. അതും നമ്മൾ 5 ലൈനാണ് സ്കോർ ചെയ്യുന്നത്. ഓരോ ലൈനിലും ഗ്യാപ്പ് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് വീതമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്കോർ വരുന്നത് എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ചിലായിരിക്കും. 1/2 ഇഞ്ച് വീതമല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 സൈഡിലും നമ്മൾ ലാസ്റ്റ് സ്കോർ വരുന്നത് 2.5 ഇഞ്ചിലാണ് നമുക്ക് ലാസ്റ്റ് സ്കോർ വരുന്നത്. ഇനി നമ്മൾ ഈ 2 സൈഡ്, ഇപ്പോൾ നമ്മൾ 2 സൈഡ് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി ഓപ്പോസിറ്റിലെ 2 സൈഡാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ 2 സൈഡ് 4 സ്കോറിങ്ങേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവസാനിക്കുന്നത് 2 ഇഞ്ചിലായിരിക്കും അവസാനിക്കുന്നത്. 1/2 ഇഞ്ച് വീതം നമ്മൾ 4 സ്കോറാണ് ചെയ്യുന്നത്. 4 സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തവണ മടക്കുക, അത്രയേ ഉള്ളൂ. 1/2 ഇഞ്ച് വീതം 4 തവണ മടക്കുക. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്കോറിംഗ് ബോർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കോറിംഗ് ബോർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് 1/2 ഇഞ്ച് വീതം 5 തവണ മടക്കുക, മറ്റേ സൈഡ് നമ്മൾ 4 തവണ വീതം 2 സൈഡ് മടക്കുക. അത്ര എല്ലാം മടക്കും നമുക്ക് വരേണ്ടത് 1/2 ഇഞ്ച് വീതം. അത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി മടക്കി കൊടുക്കുകയാണ്. നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്കോറിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതില്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇതുപോലെ മടക്കി കൊടുത്താൽ മാത്രം മതി. ചാർട്ടല്ലേ, അപ്പോൾ നമുക്ക് മടക്കാമല്ലോ. അപ്പോൾ മടക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ 2 അറ്റത്തുനിന്നും ഇങ്ങനെ ഒരു ചതുര കഷ്ണം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ 4 സ്കോർ ചെയ്തത്, 2 സൈഡിൽ 4 വീതം സ്കോർ ചെയ്ത ഭാഗം നമ്മൾ എടുക്കുമ്പോഴാണല്ലോ നമുക്ക് ചതുരത്തിൽ കിട്ടുക, സമചതുരത്തിൽ. അപ്പം ആ ഒരു ഭാഗം ഇപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ 5ാമത്തെ ഒരു സ്കോറിങ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു വശം, അത് ശ്രദ്ധിക്കേണ്ട. 4 സ്കോർ, 2 സൈഡിൽ 4 സ്കോർ മാത്രം നോക്കിയാൽ മതി. ആ 4 സ്കോർ ചെയ്ത ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ 4 സ്കോർ ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, 4 തവണ സ്കോർ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ആ ഒരു കള്ളിയിൽ ഇങ്ങനെ ക്രോസായിട്ട് 1ാമത്തെ കള്ളിയിലും അതുപോലെ തന്നെ 3ാമത്തെ, അത് ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ ഇതിൽ നമ്മൾ ചെരിച്ചിട്ട് ഉള്ളിലോട്ടാണ് ഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 3ാമത്തെ ലൈനിൽ പുറത്തേക്കുമാണ് ഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ആ ഒരു ഭാഗം നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു വൈഡായിട്ടുള്ള ഒരു യു ഷേപ്പ്, അത്ര ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ ആ ഒരു സൈഡ്, 2 സൈഡ് ഓപ്പോസിറ്റ് വരുന്ന ആ 4 തവണ നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു സൈഡാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾ എല്ലാ സൈഡും നമ്മൾ സ്കോർ ചെയ്ത് ഇതുപോലെ മടക്കി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്ത ആ ഒരു ഭാഗമല്ലേ, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മറ്റ് 5 തവണ സ്കോർ ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സ്കോർ ചെയ്ത് 5 തവണ സ്കോർ ചെയ്തത്, 4 തവണ സ്കോർ ചെയ്തതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഈ ഒരു കോണായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്രെയിമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മളിത് എല്ലാ കോർണേഴ്സും ഒന്ന് ഒട്ടിച്ചിട്ട്, താഴ്ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കോർണേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് സെക്യൂർഡായി കൊടുക്കുകയാണ്. കാരണം ഈ ഫ്രെയിം ഓപ്പണായി വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓപ്പണായി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക്, ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഡിസൈനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഒട്ടിച്ചുള്ള ഈ ഒരു ഭാഗം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. സിസേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിസേഴ്സ് കാണിച്ച ആ ഒരു വീഡിയോയിൽ ഈ ഒരു ഫോട്ടോ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്